പ്രമേഷ്, ഒരു കാര്യം കൂടി പ്രമേഷിന് ഓർത്തെടുത്ത് പറയാൻ കഴിയുമായിരിക്കും. അത് 2011 സാധാരണഗതിയിൽ മാർച്ച് 18 മാതൃഭൂമിയുടെ വാർഷികം എന്ന നിലയ്ക്ക് അവധിയാണ്. പത്രം അന്ന് പ്രിന്റ് ചെയ്യാറില്ല. പക്ഷേ അന്നുണ്ടായ ഒരു വലിയ സംഭവം, അന്ന് മാതൃഭൂമി പ്രിന്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. കാരണം VS-ൽ നിന്നൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ടാകും എന്നുള്ള ഒരു തീരുമാനം വന്നതിന് പിന്നാലെ ഇന്നിപ്പോൾ പഴയ മാതൃഭൂമിയുടെ മാധ്യമപ്രവർത്തകരെല്ലാവരും പറയുകയാണ്, ഒരു പത്രം ഒരാളിൽ നിന്ന് വരുന്നൊരു വാർത്ത മാത്രം പ്രതീക്ഷിച്ച് പ്രിന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അത്ര സാധാരണമായിരുന്നില്ല. 2011 2006 സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുന്ന ഒരു ഘട്ടം വന്നിരുന്നു. VS-ഉം പിണറായിയും മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് ആദ്യം പാർട്ടിയിൽ നിന്ന് 2006 വന്നത്. പിന്നീട് അതിനെ തുടർന്നുണ്ടായൊരു വലിയ ജനകീയ രോഷം, ശരിക്കും ജനകീയ സമ്മർദ്ദത്തിന് പാർട്ടി വിധേയപ്പെടുകയായിരുന്നു. അതിനെ തുടർന്ന് VS മത്സരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം വീണ്ടും ആ സമയത്ത് മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞ് 2011 വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊരു അനിശ്ചിതത്വം വന്നു. VS മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള സംശയങ്ങൾ വന്നു. സ്വാഭാവികമായിട്ടും പിന്നീട് VS-ൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പിന്നീടാണ്, ഏറ്റവും ഒടുവിലാണ് വന്നത്. അന്ന് ഈ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ മാതൃഭൂമിയുടെ വാർഷികമാണ് മാർച്ച് 18 എന്നുള്ളത്. അന്ന് പത്രം സാധാരണ പ്രിൻ്റ് ചെയ്യാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാർത്ത വളരെ പ്രാധാന്യമുള്ള വാർത്തയായതുകൊണ്ട് തന്നെ അന്ന് മാതൃഭൂമി പത്രം അച്ചടിക്കാൻ തീരുമാനിക്കുകയും മാർച്ച് 18 പത്രം ഇറക്കുകയും ചെയ്തു. അന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അന്നത്തെ VS മത്സരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് വലിയ വാർത്തയാണ്. ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു അഭിഭാഷകൻ ഒരു അനുഭവം പങ്കിട്ടിട്ടുണ്ട്. അത് 2006 അനുഭവമാണ്. VS മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്ന് ചേംബറിലുണ്ടായിരുന്ന ഒരു പ്രധാന ജഡ്ജി ഒരു അഭിഭാഷകനെ വിളിച്ചു ചോദിച്ചു, VS മത്സരിക്കാൻ സാധ്യതയുണ്ടോ, നിങ്ങൾ ആ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വാർത്ത എന്താണെന്ന്. അദ്ദേഹത്തിന് തന്നെ VS മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ മത്സരിക്കാൻ വേണ്ടി മനുഷ്യർ തെരുവിലിറങ്ങുന്ന കാഴ്ച എന്നൊക്കെ പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും അസാധാരണമായ സംഭവങ്ങൾ എന്ന നിലയ്ക്ക് VS മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ്.